സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത് ഖത്തറിലെ ജയിലിലായിരുന്ന ഇന്ത്യൻ നാവികരെ മോചിപ്പിച്ച ഒരു സംഭവമാണ്. ഒരു കേസാണ്. 8 നാവികരിൽ 7 പേർ ഇന്ത്യയിൽ തിരിച്ചെത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ചാരവൃത്തി ആരോപിച്ച് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന മുൻ നാവികസേന ഉദ്യോഗസ്ഥരെയാണ് മോചിപ്പിച്ചത്. ഇതിലൊരു മലയാളി ഉണ്ടെന്നാണ് വിവരം. വാർത്തയുടെ വിശദാംശങ്ങളുമായി അശ്വിനി ചേരുന്നു. അശ്വിനി, കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടൽ ഉണ്ടാകുന്നു. അതിനുശേഷം ഒടുവിൽ ഏറെ ആശ്വാസകരമായിട്ടുള്ള വാർത്ത, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 7 ഇന്ത്യൻ നാവികർ നമ്മുടെ നാട്ടിലേക്ക്, അവരുടെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തുന്നു എന്നത് ഏറെ ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ്, വിവരങ്ങളാണ്. അതിലൊരു തിരുവനന്തപുരം സ്വദേശി ഉണ്ടെന്നുള്ള വിവരവുമുണ്ട്. ഈ മോചിപ്പിച്ച ഖത്തറിൽ നിന്നും ജയിൽ മോചിതരായ ആളുകളെ കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ടോം, അവരുടെ പേര് വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇന്ന് 8 പേരിൽ 7 പേര് മാത്രമാണ് വന്നത്. ഇതിൽ ഇന്ത്യയിലേക്ക് എത്താത്തത് ആരാണെന്നുള്ളത് അതിൽ മാത്രമാണ് ഒരു അവ്യക്തതയുള്ളത്. ക്യാപ്റ്റൻ നവ്ദീപ് സിംഗ് ഗിൽ, ക്യാപ്റ്റൻ സൗരവ് വശിഷ്ഠ്, അതുപോലെ തന്നെ കമാൻഡർ പൂർണേന്ദു തിവാരി, ക്യാപ്റ്റൻ ബീരേന്ദ്ര കുമാർ വർമ്മ, കമാൻഡർ സുഗുണാകർ പക്കല, കമാൻഡർ സഞ്ജീവ് ഗുപ്ത, കമാൻഡർ അമിത് നാഗ്പാൽ, സെയിലർ രാകേഷ് എന്നിവരാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ഖത്തറിൽ ജയിലിൽ കടന്നത്. ഏകദേശം 18 മാസത്തോളം അവർ ഖത്തറിലെ ജയിലിൽ കടന്നിരുന്നു. ഒക്ടോബർ 26, 2023 ഇവർക്ക് വധശിക്ഷ വിധിച്ചത്. ഇതേ തുടർന്ന് ശേഷം കോപ്പ് 28 ഉച്ചകോടി, അതായത് കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ചിട്ടുള്ള ഉച്ചകോടി ദുബായിൽ ചേർന്നിരുന്നു. ഈ ഉച്ചകോടിക്കിടെ ഖത്തർ അമീറുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുകയും ആ കൂടിക്കാഴ്ചയിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള, അതായത് നാവികരുടെ മോചനം സംബന്ധിച്ചിട്ടുള്ള വിഷയം ചർച്ചയാവുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഡിസംബർ അവസാനത്തോടുകൂടി ഇവരുടെ വധശിക്ഷ റദ്ദാക്കപ്പെടുന്നത്. ഇവരുടെ മോചനം എന്നുണ്ടാകും, അല്ലെങ്കിൽ ഇവരുടെ മറ്റ് ശിക്ഷകൾ, വേറെ ഏതെങ്കിലും തരത്തിൽ ജയിൽ ശിക്ഷ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളതൊക്കെ അവ്യക്തത തുടരുന്നതിനിടയിലാണ് നാവികരെ ഇന്ന് രാവിലെ ഡൽഹിയിലേക്ക് എത്തിച്ചത്. 7 പേരാണ് എത്തിയത്. ഇതിൽ രാകേഷ് എന്ന് പറയുന്ന സെയിലർ രാകേഷ് എന്ന് പറയുന്ന ആളാണ് കേരളത്തിൽ നിന്നുള്ള തിരുവനന്തപുരം സ്വദേശി. ഇവരുടെ പ്രതികരണങ്ങൾ, ഇത്തരത്തിൽ ഇവർ പുറത്തു വന്നതിന് ശേഷം, വിമാനത്താവളത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം പ്രതികരണങ്ങൾ അടക്കം നടത്തിയെങ്കിലും ഇതിനുശേഷം പിന്നൊരു വിവരങ്ങൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നതിൽ നിന്ന് അവരെ നാവികസേന വിലക്കിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ട് നമുക്ക്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ചാരവൃത്തി ആരോപണമാണ്. അതുപോലെ തന്നെ ഖത്തർ വിദേശ രാജ്യത്ത് ജയിലിൽ കിടന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു പ്രതികരണങ്ങൾ, നയതന്ത്ര ചാനൽ വഴിയുള്ള ഒരു മോചനം എന്നതിനാലും ഇതിൽ പ്രതികരണങ്ങൾ നടത്താൻ പാടില്ല എന്ന തരത്തിലുള്ള ഒരു നിർദ്ദേശം അവർക്ക് നൽകിയിട്ടുണ്ട്, നാവികസേന നൽകിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ടോം, ഇവരുടെ കുടുംബാംഗങ്ങളെ ബന്ധപ്പെടാൻ കഴിയുന്നുണ്ടോ അശ്വിനി? കാരണം നമുക്കറിയാം, അവർ കഴിഞ്ഞ കുറേ 1.5 വർഷത്തിലധികമായി അവർ അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കം നമുക്കറിയാം. പ്രത്യേകിച്ചും ഈ മലയാളി കുടുംബമടക്കം ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഈ മലയാളിയുടെ കുടുംബത്തിൻ്റെ അടക്കം പ്രതികരണങ്ങൾ തേടിയെങ്കിലും ഇത് പറയുന്ന പോലെ ഈ നയതന്ത്ര പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെ ഒരു പൂർണ്ണമായും അവർ പ്രതികരിക്കാൻ കഴിയില്ല എന്നാണ് നേരത്തെ നമുക്ക് ലഭ്യമായ വിവരം. ഒരുപക്ഷെ ഈ മലയാളി നാവികൻ കേരളത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നൊരു പ്രതികരണം തേടാനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ? എങ്ങനെയാണ് ഈ കേസിൽ പെട്ടത്? അതിൻ്റെ നിയമ നടപടികൾ എങ്ങനെയായിരുന്നു? തുടങ്ങിയ വിവരങ്ങൾ ഇപ്പോൾ ഇവർ ഇന്ത്യയിൽ തിരിച്ചെത്തിയ ശേഷം ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ? ടോം, ഇത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് വളരെ ദുരൂഹതയേറിയ ഒരു കേസാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം, അതായത് ഖത്തറിനെതിരായ എസ്പിയോണേജ് കേസ് അടക്കം, ചാരവൃത്തി ആരോപണം, ഖത്തറിനെതിരെ ചാരവൃത്തി നടത്തുന്ന ആരോപണം അടക്കം ഇവർക്ക് നേരെ എങ്ങനെ ഉന്നയിക്കപ്പെട്ടു എന്നതിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. ഈ പറഞ്ഞ നാവികർ, ഇവർ നേരത്തെ ഇന്ത്യൻ നാവികസേനയിൽ ഉദ്യോഗസ്ഥരായിരുന്നു. അതിനുശേഷം വിരമിച്ച ശേഷമാണ് അവർ സ്വകാര്യ കമ്പനി, ദോഹ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അൽ ദഹറ ഗ്ലോബൽ ടെക്നോളജീസ് എന്ന് പറഞ്ഞ കമ്പനിയിൽ പ്രവർത്തിച്ചു വന്നത്. ഈ കമ്പനി എന്ന് പറയുന്നത് ഖത്തറിന്റെ സൈനികം, അതായത് സായുധ സേനയ്ക്കും അതുപോലെ തന്നെ സുരക്ഷാ ഏജൻസികൾക്കും ഒക്കെ വേണ്ട സഹായങ്ങളും അവർക്ക് പരിശീലനവും മറ്റ് സേവനങ്ങളും ഒക്കെ നൽകിയിരുന്ന കമ്പനിയാണ്. ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവർ ഇസ്രായേലിന്, അതായത് ഇതിനു വേണ്ടി പ്രവർത്തിക്കവേ അവർ ഇസ്രായേലിന് വിവരങ്ങൾ ചോർത്തി നൽകി, ഖത്തറിന്റെ രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകിയെന്നായിരുന്നു ഇവർക്ക് നേരെ ഉയർന്ന ആരോപണം. ഇതിന് ഈ ഒരു വാർത്ത ശ്രദ്ധ നേടുന്നത് ഒരു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നതിന് കുറച്ച് നാൾ മുൻപ് മാത്രമാണ്. എന്നാൽ അതിനെക്കാട്ടിൽ മുൻപേ
ഇവർക്ക് നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസി റോയ്ക്ക് അടക്കം ഇവർ ഇതിൽ ബന്ധമുണ്ടെന്നടക്കമുള്ള ആരോപണങ്ങളൊക്കെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് 2023 ഏപ്രിലിൽ ഇവർക്ക് വധശിക്ഷ ലഭിക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പാകിസ്ഥാൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്ന തരത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതിനൊരു പാകിസ്ഥാൻ ബന്ധമൊക്കെ ഇടയ്ക്ക് ആരോപിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇവർക്കെതിരെ ഉന്നയിച്ച അതായത് ചാരവൃത്തി എന്ന കുറ്റം മാത്രമാണ് ഇവർക്ക് നേരെ ചുമത്തിയിട്ടുള്ളതെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിന്റെ ഏതൊക്കെ തരത്തിലുള്ള വിവരങ്ങളാണ് ഇവർ ചോർത്തിയത്, അല്ലെങ്കിൽ ഇവർക്കെതിരെ മറ്റേതെങ്കിലും തരത്തിലുള്ള കുറ്റം ചുമത്തപ്പെട്ടിട്ടുണ്ടോ, വേറെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഇവർ ഏർപ്പെട്ടോ എന്നത് സംബന്ധിച്ചൊന്നും ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇത്തരത്തിലൊരു കുറ്റാരോപിതരായി ജയിലിൽ കിടന്ന ശേഷം പുറത്തു വരുന്നത്, അതും നയതന്ത്ര ചാനലിലൂടെ മാത്രം ഇവരെ പുറത്തു വരുന്ന ഒരു സാഹചര്യമാണ്. അതായത് ഇവർ കുറ്റവിമുക്തരാക്കിയിട്ടില്ല എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. അതാണ് യഥാർത്ഥ സത്യവും. ഇവർ കുറ്റവിമുക്തരാക്കിയിട്ടില്ല, പക്ഷേ നയതന്ത്ര ഇടപെടലിലൂടെ അല്ലെങ്കിൽ നയതന്ത്ര ബന്ധത്തിന്റെ പേരിലാണ് ഇവരെ മോചിതരാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു മാധ്യമങ്ങളോട് ഇടപഴകാൻ അല്ലെങ്കിൽ അതിൽ പ്രതികരിക്കാനോ ഇവർ പാടില്ല എന്നൊരു നിർദ്ദേശം ഇവർക്ക് കൈമാറിയിട്ടുണ്ടാകണം. അതുപോലെ തന്നെ കുടുംബങ്ങളോടും ഇത്തരത്തിലുള്ള കേസിന്റെ നടപടിക്രമങ്ങൾ മറ്റുമൊക്കെ പൂർണ്ണമായും അവസാനിപ്പിച്ചു. കാരണം അശ്വിനി സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഇവർ പൂർണ്ണമായും കുറ്റവിമുക്തരായില്ല എന്ന് പറയുന്നു. നയതന്ത്ര ഇടപെടലിലൂടെയാണ് ഇവരുടെ മോചനം സാധ്യമായത്. പക്ഷേ ഈ കേസിന്റെ നടപടിക്രമങ്ങൾ വരും കാലങ്ങളിൽ ഉണ്ടാകുമോ, അതോ അത് പൂർണ്ണമായും കേസ് തീർപ്പായിട്ടുണ്ടോ? ടോം, കേസ് പൂർണ്ണമായും തീർപ്പായി എന്ന് നമുക്ക് പറയാം. കാരണം വധശിക്ഷ റദ്ദാക്കപ്പെടുന്നുണ്ട്, പിന്നെ ജയിൽ മോചനമാണ്, അതിപ്പോൾ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് ഇവരെ തിരികെ എത്തിയ സാഹചര്യത്തിൽ ഇവരെ വീണ്ടും ശിക്ഷിക്കപ്പെടാനോ അല്ലെങ്കിൽ തിരികെ ഖത്തറിലേക്ക് കൊണ്ടുപോയി ശിക്ഷിക്കാനോ ഉള്ളൊരു സാഹചര്യം നമുക്ക് നിലവിലില്ല എന്ന് തന്നെ പറയുന്നതായിരിക്കും ശരി. കാരണം ഇവരെ ഇതിന്റെ നയതന്ത്ര ബന്ധത്തിന്റെ പേരിൽ അവരെ അവിടുന്ന് ജയിൽ മോചിതരാക്കുകയാണ്. ശിക്ഷയിൽ നിന്ന് ഇളവ് കൊടുത്തിട്ടുണ്ടാകണം നടക്കമുള്ള വിവരങ്ങൾ ഞാൻ പറഞ്ഞില്ലേ. ഈ കേസിൽ പലതും ഇപ്പോഴും അവ്യക്തമാണ്. ഇത്തരത്തിൽ നീണ്ട നാളുകൾ, അതായത് ഏകദേശം 1.5 വർഷത്തോളം നീണ്ട നിയമ പോരാട്ടം ഒക്കെ ഇതിന് നടന്നിട്ടുണ്ടെങ്കിലും ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് കൂടുതലായി ലഭിച്ചിട്ടില്ല എന്നതും എടുത്തു പറയണം. പ്രത്യേകിച്ച് ഇത് ഗൾഫ് അടക്കമുള്ള മേഖലകളിൽ നിന്നുള്ള ഒരു സംഭവമായതുകൊണ്ട് അവിടെ നിയമങ്ങൾ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള വാർത്തകളൊക്കെ നമുക്ക് ലഭിക്കുന്നതിനകത്ത് കുറേ നിയന്ത്രണങ്ങളും ഒക്കെ ഉള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വിവരങ്ങൾ ഇത് നമ്മുടെ രാഷ്ട്രത്തെ അല്ലെങ്കിൽ ഇന്ത്യയെ തന്നെ ബാധിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു കേസായിരുന്നു. കാരണം ഇന്ത്യൻ നാവികസേനയിലെ മുൻ ഉദ്യോഗസ്ഥർ, ഒരു കമാൻഡർ അടക്കമുള്ള പദവി വഹിച്ചിരുന്ന ആൾക്കാർക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു ചാരവൃത്തി ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന്റെ ഒരു വലിപ്പം അല്ലെങ്കിൽ അതൊരു കൂടുതൽ ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ്. അത് ആ രീതിയിൽ തന്നെ വേണം ഇന്ത്യ അത് കണ്ടിരുന്നത്. ഇത് സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ നാവീകരണ മോചനം സംബന്ധിച്ച് പാർലമെന്റിലടക്കം പല തവണ വിഷയങ്ങൾ ഉന്നയിക്കപ്പെട്ടെങ്കിലും അതിലൊന്നും ചർച്ചകളോ അല്ലെങ്കിൽ അതിൽ പ്രതികരണങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നത് നമ്മൾ ഈ അവസരത്തിൽ എടുത്തു പറയേണ്ടതാണ്. ടോം, യെസ്, വളരെ വ്യക്തമാണ്. അശ്വിനിയാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇന്ത്യയെ സംബന്ധിച്ച്, രാജ്യത്തെ സംബന്ധിച്ച് ഏറെ ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ്. ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന 7 ഇന്ത്യൻ നാവികരാണ് ഒടുവിൽ നയതന്ത്ര ഇടപെടലിലൂടെ നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നത്.